സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും ഈ ആഭരണങ്ങളൊക്കെ ഇവൾക്ക് വേണ്ടി ഉള്ളതല്ലേ ദേവേട്ട? പിന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? മോൾക്ക് അതൊക്കെ കൊടുക്കാൻ സമയമാകുമ്പോ സാറ് കൊടുത്തോളൂ. അതൊന്നും ആരും സാറിനെ പഠിപ്പിക്കണ്ട. ഈ മര്യാദകളോട് ഇനിയെങ്കിലും അത് ഊരി വെക്കാൻ പറ ഗൗതം. ഇത്രയും നേരം തൊട്ട് അശുദ്ധമാക്കിയത് മതി ഗൗതം. സർ, ഇതൊക്കെ എടുത്ത് ലോക്ക് ചെയ്ത് വെക്കേ. മീര, അച്ഛന്റെ രീതികളും സ്വഭാവവും ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് താനാണെന്ന് എത്രയോ വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തിനാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രാധിക മാഡത്തിന്റെ ആഭരണങ്ങൾ മറ്റുള്ളവരെടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതൊന്നും തന്റെ അച്ഛന് ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് തനിക്കറിയില്ലേ? ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും താൻ എന്തിനാ അതെടുത്ത് അണിഞ്ഞ് അച്ഛന്റെ വഴക്ക് കേട്ടത്? ഒന്നും ഞാനായിട്ട് ചെയ്തതല്ല ഗൗതം. എന്റെ അച്ഛനെ വേദനിപ്പിച്ചിട്ട് ആ ആഭരണങ്ങളൊന്നും അണിയണമെന്ന ആഗ്രഹം എനിക്കില്ല. പക്ഷെ രാജേശ്വരി ചിറ്റ എന്നെ അത് അണിയിച്ചത്. അമ്മയുടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് എന്നെ കാണണമെന്ന് ചിറ്റ ഒരാഗ്രഹം പറഞ്ഞപ്പോ എതിർക്കാൻ പറ്റിയില്ല. ഓ, അപ്പൊ അത് നിന്റെ ചിറ്റയുടെ പണിയായിരുന്നല്ലേ? നോക്ക് മീര, തന്റെ അച്ഛന്റെ സ്വഭാവം എന്താണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ. അതൊന്നും ഓർക്കാതെ രാജേശ്വരി ചിറ്റയുടെ താളത്തിനൊത്ത് തുള്ളി താൻ തന്റെ അച്ഛന്റെ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടരുത്. ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുക. ഞാൻ പറയുന്ന വല്ലതും തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അച്ഛന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊന്നും ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ
ആരെങ്കിലുമൊക്കെ എന്നെ അതിൽ കൊണ്ട് ചാടിക്കും. എന്നിട്ട് പഴി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. സോറി മീര, ഞാൻ ഇയാളെ പഴിച്ചതൊന്നുമല്ല. സാരമില്ല ഗൗതം. താൻ രാജേശ്വരി ചിറ്റയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ, അത് കാരണം അച്ഛന് ദേഷ്യം ഇത്തിരി കുറഞ്ഞു. അച്ഛൻ എന്നെ പറഞ്ഞതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ ജനിച്ച നാൾ മുതൽ കേൾക്കുന്നതല്ലേ. താൻ പോയി അച്ഛനെന്ന് സമാധാനിപ്പിക്കണം. അതാ ഇയാൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഒന്ന് ചെല്ല് ഗൗതം, പ്ലീസ്. മീര, എന്താ മോളെ, എന്താ നീ ഇവിടെ വന്നിരിക്കുന്നെ? ഒന്നുമില്ല ചിറ്റ്, ഞാൻ വെറുതെ. എന്താ മീര മോളെ ഇത്? വാ തുറന്ന നീ എന്നെ ചിറ്റേ ചിറ്റേന്നേ വിളിക്കൂ. സ്നേഹത്തോടെ നിനക്കെന്നെ അമ്മയെന്ന് വിളിച്ചൂടെ? നിന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്ത് മോക്കെന്നെ കണ്ടൂടെ? എന്റെ മരിച്ചുപോയ അമ്മയുടെ ബന്ധുവായി ചിറ്റ മാത്രമേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ അങ്ങനെ വിളിച്ചോളാം. എങ്ങനെ വിളിക്കാന്ന്? അമ്മയെന്ന് തന്നെ വിളിക്കണം. വിളിക്കാം അമ്മ. അതൊക്കെ പോട്ടെ, ഞാൻ എന്റെ മീരമോളോട് ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ അമ്മേ? അത് മോളും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ അച്ഛൻ ഇതുവരെ നിന്നോട് മുഖം കറുപ്പിക്കാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയുടെ ആഭരണങ്ങൾ നീ അണിഞ്ഞപ്പോ അത് ഇഷ്ടപ്പെടാതെ അച്ഛനെല്ലാം ഊരി വാങ്ങിക്കൊണ്ട് പോയില്ലേ? അതമ്മേ, അച്ഛൻ ഇത്തിരി മുൻകോപമുണ്ട്. പിന്നെ സ്നേഹം പുറത്ത് കാണിക്കില്ല, അതാ സ്വഭാവം. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛനെ മറ്റുള്ള മക്കൾ സ്നേഹിക്കുന്നത് പോലെ അല്ല സ്നേഹിക്കുന്നത്. നമുക്ക് ഈശ്വരനോട് തോന്നുന്ന സ്നേഹമില്ലേ, ഭക്തി നിറഞ്ഞൊരു സ്നേഹം, അതാ എനിക്കുള്ളത്. നമ്മൾ ഈശ്വരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈശ്വരന്റെ അടുത്ത് പോകാറില്ലല്ലോ, അതുപോലെ. മീര, നീ വെറുതെ അച്ഛനെ ന്യായീകരിക്കാൻ വേണ്ടി ഓരോ വേദാന്തം പറയണ്ട. നിന്നോടുള്ള അച്ഛന്റെ പെരുമാറ്റം കണ്ടാൽ അറിയാം. അല്ലെങ്കിൽ ഇന്ന് അത്രയ്ക്കും ദേഷ്യപ്പെടാൻ മാത്രം. അമ്മയുടെ ഒരു സാധനങ്ങളും ആരും എടുക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. അതാ ദേഷ്യപ്പെട്ട ആഭരണങ്ങൾ വാങ്ങിപ്പോയത്. മരിച്ചു പോയെങ്കിലും അമ്മ ഇപ്പോഴും അച്ഛന്റെ സ്വകാര്യ സ്വത്താണ്. അതുകൊണ്ടാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. രാജേശ്വരി അമ്മ അച്ഛനെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അച്ഛന്റെ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹം മാത്ര. ഒരുപാട് ഒരുപാട് സ്നേഹം. എത്രയൊക്കെ നീ പൊതിഞ്ഞു പറഞ്ഞാലും സത്യം സത്യമല്ലാതായി തീരില്ല.
എല്ലാം ഞാൻ കണ്ടുപിടിക്കും. ദേവേട്ടാ, ഇതുവരെ ഡ്രസ് പോലും ചേഞ്ച് ചെയ്തില്ലേ? ദാ ചായ. അവിടെ എവിടെയെങ്കിലും വെച്ചേക്ക്. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളുടെ പേരില് ഇങ്ങനെ സ്വന്തം മനസ്സമാധാനം കളയുന്ന എന്തിനാ ദേവേട്ടാ? എനിക്കത് വളരെ പ്രധാനപ്പെട്ട കാര്യം അമ്മനെ. ആയിക്കോട്ടെ, അവളെ ആഭരണങ്ങളൊന്നും ഇട്ടു നോക്കിയെന്നല്ലേ ഉള്ളൂ. എവിടെയും എടുത്തോണ്ട് പോയൊന്നുമില്ലല്ലോ. എന്തിനിട്ട് നോക്കണം? അവനവന് തൊടാൻ പോലും അവകാശ അർഹതയില്ലാത്ത ഒരു വസ്തു എടുത്തണിയാനുള്ള അഹങ്കാരം എന്തിനു കാണിക്കണം? രാധികേച്ചിയുടെ സ്വർണത്തില് അവൾക്കല്ലാതെ പിന്നെ ആർക്കാ അവകാശമുള്ളത് ദേവേട്ടാ? എനിക്ക് മാത്രമാ. എന്റെ രാധയുടെ ഓർമ്മകളായി അവശേഷിക്കും ഏതൊരു വസ്തുവിലും അവകാശം എനിക്ക് മാത്രമേ എന്നെ. അത് അവിടെ തൊട്ട് അശുദ്ധപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ ആഭരണങ്ങൾ മകൾ അണിഞ്ഞാൽ അത് അശുദ്ധാവുന്ന എങ്ങനെയാ? 10 മാസം രാധികേച്ച് വയറ്റിൽ ചുമന്ന കുട്ടിയാ മീര. അത് ദേവേട്ട മറക്കരുത്. ആ 10 മാസങ്ങളുടെ ദോഷം കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുക. അവളെ വയറ്റി ചുമന്നതിന് സ്വന്തം ജീവൻ കൊടുത്ത് നികത്തേണ്ടി വന്നു രാധികയ്ക്ക്. എന്റെ ജീവിതത്തിൽ രാധികയുടെ എന്ന് പറയാൻ ആകെ ബാക്കിയുള്ളത് അവളുടെ പരിഭാവനമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അവളുടെ ഫോട്ടോകളും ആഭരണങ്ങളും മാത്രമാണ്. ഇവനെ ആ ആഭരണങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോ കാണുന്നത് അതാണ് ഇനി സുന്ദരിയായി നിൽക്കുന്ന എന്റെ രാധികയാ. എന്റെ ഓർമ്മകളെങ്കിലും കളങ്കപ്പെടുത്തരുതെന്ന് അവളോട് പറഞ്ഞേക്ക്. യമുനെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിന് സത്യസന്ധമായ മറുപടി നീ നൽകണം. ചോദിക്ക് രാജേശ്വരി. മീരമോൾക്കും അവളുടെ അച്ഛനും ഇടയിൽ എന്താണ് പ്രശ്നം? നിങ്ങളെല്ലാം ചേർന്ന് എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ദേവേട്ടന് മീരമോളോട് ഇത്രയ്ക്ക് വെറുപ്പും ദേഷ്യവും തോന്നാൻ എന്താ കാരണം? മീരയ്ക്കെതിരെ നീ ദേവേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷം കുത്തിവെച്ചിട്ടുണ്ടോന്നാ എനിക്കറിയേണ്ടത്. വെറും ഒരു നാട്ടിൻ പുറത്തുകാരിയാ ഞാൻ. എനിക്ക് മനസ്സിലൊന്നു വെച്ച് ചിരിച്ച് സംസാരിക്കാനൊന്നും അറിയില്ല. പൊതിഞ്ഞു ചോദിക്കാനും അറിയില്ല. തുറന്നു ചോദിക്കാൻ ഞാൻ. രാജേശ്വരി ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കരുത്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പഴി ചാരരുത്. ഞാൻ അത്തരക്കാരിയല്ല. നീ അത്തരക്കാരി അല്ലെങ്കിൽ പിന്നെന്തിനാ ദേവേട്ടൻ എന്റെ മീരമോളെ ഇത്ര കണ്ടു വെറുക്കുന്നത്? എനിക്ക് എന്റെ മീരമോളോടുള്ള സ്നേഹത്തെ നീ കാണാതെ പോവരുത്. അവളെനിക്ക് രാധികേച്ചിയുടെ മകളല്ല, എന്റെ മൂത്ത മകളാ. പ്രീതിയേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് മീരയെ. അത് രാധികേച്ചിയുടെ ആത്മാവിനറിയാം. നിന്റെ കഥ കേൾക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി പറയ. ദേവേട്ടന് മീരയോടുള്ള ദേഷ്യത്തിന്റെ കാരണം എനിക്കറിയേണ്ടത്. അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാ ഞാൻ നിന്നോട് ഈ ചോദ്യം ചോദിച്ചത്.
രാധികേച്ചിയുടെ ആത്മാവിനോട് നിനക്ക് തരുമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ രാധികേച്ചിയുടെ കൂടെ പിറപ്പായ എന്നോടെങ്കിലും തുറന്നു പറയാനുള്ള മര്യാദ നീ കാണിക്കണ യമുനെ. എന്താ പ്രശ്നം? പറയേ. പറയാം. ദേവേട്ടന്റെയും രാധികേച്ചിയുടെയും കല്യാണം കഴിഞ്ഞ് 10 വർഷക്കാലം അവർക്ക് കുട്ടികളുണ്ടായില്ല. അതിനുശേഷമാ രാധികേച്ചി ഗർഭിണിയായത്. ഈ കുഞ്ഞിനെ പ്രസവിച്ച അത് അമ്മയുടെ ജീവൻ ആപത്താണെന്ന് ഡോക്ടർ ഉപദേശിച്ചു. ചേച്ചി ദേവേട്ടനോട് അത് മറച്ചു വെച്ചു. അദ്ദേഹം അത് അറിഞ്ഞപ്പോ ഒരുപാട് വൈകിയിരുന്നു. എനിക്ക് കുഞ്ഞിനെ വേണ്ട, രാധികേച്ചി മതിയെന്ന് ദേവേട്ടൻ ചേച്ചിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി. പക്ഷെ ചേച്ചി ആ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന ഒറ്റ വാശിയിലായിരുന്നു. വിധിയെ പിടിച്ചു കെട്ടാൻ മനുഷ്യനെ കൊണ്ടാകോ? ദേവേട്ടൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. ഇതിനൊക്കെ ശേഷമാണ് ഞാൻ ദേവേട്ടന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും കല്യാണത്തിന് ശേഷമാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ഉണ്ടാവുന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്ന നിമിഷം ഞാനൊരു അമ്മയായത് രാജേശ്വരി, എന്റെ മീരയുടെ അമ്മ. എത്ര തവണ ഞാൻ മീരയ്ക്ക് വേണ്ടി ശകാരം കേട്ടിട്ടുണ്ടെന്നറിയോ? 23 വർഷങ്ങളായി ഞാൻ തന്നെയും പിന്നെയും ദേവേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെ, മീരയെ വെറുക്കരുതെന്ന്. പക്ഷേ ദേവേട്ടന്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ രാധികേച്ചി നഷ്ടപ്പെട്ടതിന്റെ വേദന മാറാത്തിടത്തോളം ആ വെറുപ്പും മാറില്ല രാജേശ്വരി. അതും പോരാഞ്ഞ് എപ്പോഴൊക്കെയോ മീരയുടെ മുഖം കണ്ടിറങ്ങിപ്പോയ ദേവേട്ടന് എന്തൊക്കെയോ മോശം വാർത്തകൾ കേൾക്കേണ്ടി വന്നു. അതോടെ മീര ദേവേട്ടന്റെ കണ്ണിൽ ഒരു ശകുനം പിടിച്ച പെണ്ണായി മാറുകയും ചെയ്തു. അച്ഛനെ ഒളിഞ്ഞും പാത്തും ഒരേ വീട്ടിൽ കഴിയേണ്ട അവസ്ഥ മീരയ്ക്ക് അങ്ങനെയാ വന്നത്. അല്ലാതെ ഒരിക്കലും ഞാനൊന്നും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ അല്ല രാജേശ്വരി. ദേവേട്ടന്റെ ഭാര്യ എന്നതിനേക്കാൾ ഉപരി ഞാനെന്നും മീരയുടെ അമ്മയായിരുന്നു. അവളെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിട്ടേ ഉള്ളൂ രാജേശ്വരി. ഈ നിമിഷം വരെയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. പാവം മീര. ഒന്നും പുറത്തു കാട്ടാതെ നടക്കുന്ന ആ മനസ്സിനുള്ളിൽ ഇത്രയും വലിയൊരു ദുഃഖം ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത്. നീ എന്റെ മീരമോളെ സ്വന്തമായി കണ്ട് സ്നേഹിച്ചു എന്നറിഞ്ഞതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നീ ചെയ്തതില് വലിയൊരു അപരാധമുണ്ട് യമുനെ. എന്താ രാജേശ്വരി? പ്രസവത്തിൽ അമ്മ മരിച്ചത് കുഞ്ഞിന്റെ ശകുനപ്പിഴയാണെന്ന് ദേവേട്ടൻ വരുത്തി തീർക്കുമ്പോ അത് സമ്മതിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ തളരാൻ വിടാതെ നീ പ്രതികരിക്കണമായിരുന്നു. ഈ കുഞ്ഞ് മരിച്ചുപോയ അതിന്റെ അമ്മയുടെ ജീവനാണെന്നും രാധികേച്ചിയുടെ പുനർജന്മം പോലെ കണ്ട് സ്നേഹിക്കണമെന്നും നീയായിരുന്നു ദേവേട്ടനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്. പറയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ രാജേശ്വരി? ഇക്കണ്ട കാലം അത്രയും അത് തന്നെയാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും. പക്ഷെ ദേവേട്ടൻ, നീ ചെയ്തതല്ലായിരുന്നു അതിന്റെ വഴി. ഒരു വട്ടം നീ ദേവേട്ടനെ തടഞ്ഞ് ശബ്ദമുയർത്തണമായിരുന്നു യമുനെ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ ദ്രോഹം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ജീവൻ എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ദൈവമാണ്, മനുഷ്യനല്ല എന്നൊക്കെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. അത് നീ ചെയ്തോ? ഇല്ലല്ലോ. താലി ചേർത്തിയ പുരുഷനോട് അങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല രാജേശ്വരി. മതിയാക്ക് നിന്റെ നാടകം. ഒരു നല്ല പെണ്ണാണെങ്കിൽ കുടുംബമാണോ വലുത് ഭർത്താവാണോ വലുതെന്നൊരു അവസ്ഥ വന്ന
കുടുംബത്തെ തള്ളിക്കളഞ്ഞിട്ട് അവള് ഭർത്താവിനൊപ്പം തന്നെ നിൽക്കും. എന്നാ ഭർത്താവിനെ വേണോ സ്വന്തം കുഞ്ഞിനെ വേണോ എന്ന ചോദ്യത്തിന് മുന്നിൽ അവള് തള്ളിക്കളയേണ്ടത് ഭർത്താവിനെ തന്നെയാണ് യമുനെ. അവളൊരു അമ്മയായി മകളെ ചേർത്ത് നിർത്തണം. അതാണ് ഒരു അമ്മ. പക്ഷേ നീ ചെയ്തത് അതാണോ? ആണോന്ന്? അല്ല, നീ മകളെ തള്ളിക്കളഞ്ഞു, വേദനിക്കാൻ വിട്ടു. നിന്റെ ഭർത്താവിനോടുള്ള മര്യാദകൾ കാത്തു സൂക്ഷിച്ചു. അയ്യോ അല്ല. അതെ, അത് തന്നെയാ സംഭവിച്ചത്. നീ ഇത്രയും നാളും മീരയ്ക്ക് അമ്മയായിട്ടല്ല, ദേവേട്ടന് ഭാര്യയായിട്ടാ ജീവിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ ജീവിക്കുന്നത്. അയ്യോ അങ്ങനെ പറയല്ലേ രാജേശ്വരി. ഞാൻ ഇന്നും മീരയ്ക്ക് അമ്മ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഇനി മരണം വരെ അങ്ങനെ തന്നെ ജീവിക്കാനേ എനിക്ക് കഴിയുള്ളൂ. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞെന്നെ വേദനിപ്പിക്കല്ലേ രാജേശ്വരി. സത്യങ്ങൾ പറയുമ്പോ വേദനിക്കേണ്ട കാര്യമല്ല യമുനെ. മക്കളെ സ്നേഹിച്ചാൽ മാത്രം അമ്മയാവില്ല. മക്കളുടെ സന്തോഷത്തിനുതകുന്ന കാര്യങ്ങൾ, അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നേടിക്കൊടുക്കാൻ കഴിയണം. ആ കടമ നിറവേറ്റാത്തവൾ എങ്ങനെ ഒരു അമ്മയാവുന്നേ? ഏതിനും ഇനി ആ കടമകൾ നിർവഹിക്കാൻ ആളുണ്ടിവിടെ. അതോർത്ത് നീ ബുദ്ധിമുട്ടണ്ട. ഇന്നു മുതൽ മീരയ്ക്ക് അമ്മയാകാൻ ഞാനുണ്ടിവിടെ. ഇനിയെങ്കിലും അവൾ ആത്മാർത്ഥമായ മാതൃസ്നേഹം എന്താണെന്നൊന്ന് അറിയട്ടെ. ഇന്നു മുതൽ എന്റെയും മീരയുടെയും ഇടയിൽ കടന്നു വരാതെ നീ ഒതുങ്ങിയേ പറ്റൂ യമുനെ. ചിറ്റമ്മ വെറും ചിറ്റമ്മയായി മാത്രം ഇരുന്നാ മതി. പെറ്റമ്മയാവാൻ വരണ്ട. മനസ്സിലായോ?